ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഇവിടെ വുൾവേർഡ്സിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. ആൻഡ് സോ ഐ തിങ്ക് ഒരു ഓൺലൈൻ ഒരു റെസിപ്പി കണ്ടായിരുന്നു, ഒരു ചില്ലി ചിക്കൻ്റെ. ലിജുവിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഹിസ് ഫേവററ്റ് മീൽ ഇസ് ചില്ലി ചിക്കൻ. ആൻഡ് എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തുമില്ല. അപ്പം എന്തായാലും ഈ റെസിപ്പി ഇറ്റ് ലുക്ക് ലിറ്റിൽ ഈസി. സോ ഒരു ഐറ്റം, 1-2 ഐറ്റം അതിന് വേണ്ടി മേടിക്കാനുണ്ട്. അതാണ് മെയിൻ വന്നത്. പിന്നെ കുറച്ച് മീൽ പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട്. So I want to try it out. So let's see how that goes. So I've got some shopping to do and other കഴിഞ്ഞിട്ടുള്ള കുക്കിങ്ങും ഒക്കെ. So yeah, I'll take you along with me for my day. See how my day goes. പിള്ളേരുടെ സ്കൂൾ മോർണിംഗ് ഡ്രോപ്പ് ഓഫ് പതിവ് റുട്ടീൻ എല്ലാം കഴിഞ്ഞു. And thank you so much for the love you've showed on my last shot about my morning routine. I really appreciate it. So yeah, welcome to A Day in My Life and welcome to my channel. ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും മറക്കുന്ന സാധനമാണ് ഷോപ്പിംഗ് ബാഗ്. ഇന്ന് എന്തായാലും അത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നും എവിടെ 25 cents വെച്ച് കൊടുക്കണം ഫോർ ഈച്ച് ഷോപ്പിംഗ് ബാഗ്. ആൻഡ് ഐ ഓൾവേസ് വേസ്റ്റ് ദാറ്റ് മണി. അപ്പം എനിവേ ഇന്ന് എടുത്തിട്ടുണ്ട്. സോ ഐ ഓൾറെഡി ഫീൽ വെരി നൈസ് ആൻഡ് പ്രൊഡക്റ്റീവ് ആൻഡ് പ്ലാൻഡ്. സോ ലെറ്റ്സ് ഗോ. ചില്ലി ചിക്കന് വേണ്ടി നോക്കുന്നത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. അത് ഞാൻ മേടിക്കാത്ത സാധനമുണ്ട്. എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ചില്ലി സോസ് കിട്ടിയിട്ടുണ്ട്. റെസിപ്പിക്കകത്ത് പറഞ്ഞ ഗ്രീൻ ചില്ലി സോസാണ്, പക്ഷെ അതിവിടെ ഇല്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഇത് ഷുഡ് ഡു. ലുക്ക് വാട്ട് ഐ ഫൗണ്ട് ഹിയർ. നമ്മുടെ സ്വന്തം ബനാന ചിപ്സ്. അടിപൊളിയല്ലേ? അവിടെ എല്ലാം പേ ചെയ്യാനായിട്ട് ഫുൾ ബില്ല് ചെയ്തു. സെൽഫ് ചെക്കൗട്ട് ആണല്ലോ. സോ നമ്മൾ ഫുൾ ബില്ല് ചെയ്തു. ആൻഡ് പേയ്മെൻറ്റ് വന്നപ്പോഴത്തേനും ഞാൻ ഒരിക്കലും എൻ്റെ കാർഡ് എടുക്കാറില്ല, ഫിസിക്കൽ കാർഡ് എടുക്കാറില്ല. കാരണം എല്ലാം ഫോണിൽ തന്നെയുണ്ട്. ആപ്പിൾ പേയിൽ എൻ്റെ കാർഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാർഡേ എടുക്കാറില്ല. ആൻഡ് എനിവേസ് ഞാൻ കാർഡിൽ പേ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും നോക്കിയപ്പം കാർഡ് ഇസ് നോ ലോങ്ങർ ആഡഡ് ടു മൈ വാളറ്റ്. അയ്യോ, നാണം കെടുമെന്ന് വിചാരിച്ചു. ഇത് മൊത്തം ഇനി തിരിച്ചു വെക്കണോ? എനിക്കറിയാൻ പാടില്ലായിരുന്നു. കാരണം ഇന്നലെ ഒരു ഫ്രോഡ് വന്നു കാർഡിൽ. അറൗണ്ട് ഒരു $300-400 ഫ്രോഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗുണമുണ്ട്. ഫ്രോഡ് വന്നാലും നമുക്ക് ബാങ്കായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്താൽ അവരെ പൈസ നമുക്ക് തിരിച്ചു തരും. അപ്പം പക്ഷേ ഇതേ ഉള്ളൂ, കാർഡ് നമ്മുടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് ഇത് പുതിയ കാർഡ് നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ പേയിൽ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ ആഡ് ആയില്ല. സോ ദെൻ അവിടെ ഇരുന്നിട്ട് ഐ എം ലൈക്ക് ആഡിങ് ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ എം സോ ഗ്ലാഡ് ഐ ഡിഡ്ന്റ് ഗോ ത്രൂ ദ അസിസ്റ്റഡ് ചെക്കൗട്ട്. ബിക്കോസ് അവിടെയും കൂടെ ആയിരുന്നെങ്കിൽ നാണം കിട്ടുപോയേനെ. ആൻഡ് ദെൻ ലൈക്ക് ഐ വുഡ് ഹാവ് ടു അവരും കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴേ. ഇതിപ്പോൾ സ്വന്തം നമുക്ക് ടൈം എടുത്തൊക്കെ ചെയ്യാവുന്നതുകൊണ്ട് ദെൻ ഇറ്റ് വാസ് ഓക്കെ. പിന്നെ ആരും അങ്ങനെ നമ്മൾ നോക്കത്തൊന്നുമില്ല. എനിവേസ് ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ഡൺ ആൻഡ് ഐ ആഡഡ് ഇറ്റ് ഓൾ. സോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അൺപാക്ക് ചെയ്ത് എല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഷോപ്പ് ഇതാണ്. ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ബിഗ് ഷോപ്പ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പം നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വുൾവേർഡ്സിൻ്റെ തന്നെ വി ആർ ദെയർ ലൈക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ സ്കീമുണ്ട്. അപ്പോൾ അത് നമ്മളൊരു $7 മന്തിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10% ഓഫ് എല്ലാ മാസവും കിട്ടും. ആൻഡ് ഓൾസോ യു ഗെറ്റ് ഡബിൾ പോയിന്റ്സ് as well. So that's like really convenient. അപ്പോൾ കഴിഞ്ഞ മാസം even though it was a big shop because we got the 10% off, ഇന്നത്തെ ഈ സ്മോൾ ഷോപ്പും അന്നത്തെ ആ ബിഗ് ഷോപ്പും സെയിം പ്രൈസാണ് വന്നിരിക്കുന്നത്. വിച്ച് വാസ്, ഞാൻ സത്യം പറഞ്ഞ ഇന്ന് കണ്ടപ്പോൾ ഓർത്ത് $100 മാക്സിമം ആകും. നോ അപ്പോൾ എന്തൊക്കെയായാലും മേടിച്ചതെല്ലാം കാണിക്കാം.
കുറച്ച് ഫ്രൂട്ട് ആൻഡ് വെജീസ് മേടിച്ചു. ഈ ഒരു ഷോപ്പിൽ വാട്ട് ഐം ഹാപ്പി അബൌട്ട് ഇസ് ഇത് അത്യാവശ്യം ഒരു ഹെൽത്തി ഷോപ്പാണ്. അങ്ങനെ ജങ്ക് ഫുഡോ അങ്ങനത്തെ ഒരു ഐറ്റമോ മേടിച്ചിട്ടില്ല. സോ വീവ് ഗോട്ട് സം ഫ്രൂട്ട്സ്, വാട്ടർമെലൻ, കുറച്ച് സാലഡ് ഐറ്റംസ്. സോ ഇത് ക്യൂക്കുംബർ ആൻഡ് വീവ് ഗോട്ട് ടൊമാറ്റോ ആൻഡ് സാലഡ് വെജീസ് ഉണ്ടായിരുന്നു. അതെന്ത് സാലഡ് വെജീസ് ഇതെല്ലാം മേടിച്ചു. പിന്നെ വീവ് ഗോട്ട് സം സോസേജ് ആൻഡ് സം ചിക്കൻ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച് നോക്കിയതാണ്. കോക്കനട്ട് മിൽക്ക് ഞാൻ എൻ്റെ കോഫിയിൽ ഇട്ട് കുടിക്കാനായിട്ട് നോക്കാനാണ്. ആൻഡ് സം യോഗർട്ട്, മിൽക്ക്, സം ഓറഞ്ചസ്, ഓറഞ്ച് ആൻഡ് ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കാം. ആൻഡ് ഇത് വെറുതെ ട്രൈ ചെയ്തതാ. ഇറ്റ് വാസ് ലൈക്ക് ഓൺലി സം $2 ഓർ സംതിങ്. സോ അതുകൊണ്ട് ട്രൈ നോക്കിയത്. ആൻഡ് എനിവേ ഐ വോണ്ട് ക്ലീനിങ് സ്പ്രേ ബോട്ടിൽ. ഇതിൻ്റെ അകത്ത് മറ്റേ ക്ലീനിങ് ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം ചേർത്തിട്ട് വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എൻ ഓൾ പർപ്പസ് സ്പ്രേ. പിന്നെ സം ഡോഗ്സ് ട്രീറ്റ്സ്. മാക്സിൻ്റെ അവൻ കുറേ നേരമായി പാവം വെയിറ്റ് ചെയ്യുന്നത്. അയ്യടി തരാട്ടോ. ഓക്കെ. ആൻഡ് ഇത് മാത്രം. പിന്നെ കുറച്ച് സോസസ്. ഇത് നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ കോക്കനട്ട്. ഇത് ഫ്രാക്ഷനേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇത് കട്ടിയാവില്ല. സോ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ കുക്കിംഗ് അല്ല മേത്ത് വരട്ടാനൊക്കെ. ആൻഡ് ഐ ഓൾസോ ഗോട്ട് സം നോർമൽ കോക്കനട്ട്. അതെനിക്കൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന്ന് ഉണ്ടാക്കാനൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഇത് ദിസ് ഇസ് അനദർ ബ്രാൻഡ്. നമ്മുടെ നട്ടല്ല അല്ലേ, അതിൻ്റെ സെയിം തിങ് ബട്ട് അനദർ ബ്രാൻഡ്. ഞാൻ ആദ്യമായിട്ട് ഈ ബ്രാൻഡ് ട്രൈ ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു സീ ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ജസ്റ്റ് സം ക്ലീനിങ് വൈപ്സ്. പിന്നത്തെ ഷോപ്പ് ഇത്ര ഉള്ളായിരുന്നു. മാക്സ് ആണോ ഇനി കുറേ നേരം അവൻ അതിലിരുന്നോളും. പാവം മാക്സ് കേട്ടോ. ലൈക്ക് ഹി ലവ്സ് ഹിസ് ഫെച്ച്. ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ മുതൽ അവൻ ഈ ബാഗിൻ്റെ ബാക്കിൽ നടക്കുകയാണ്. ബിക്കോസ് അവൻ്റെ ഫെച്ച് സ്മെല്ല് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ഇരുന്നോളും. ഒരു 1.5 മണിക്കൂർ അതിലിങ്ങനെ കടിച്ചിരുന്നോളും. ഹി ലവ്സ് ഫെച്ച്. പാവം. അപ്പോൾ എനിവേസ് ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. ആദ്യം തന്നെ ഐ ഹാവ് ടു ക്ലീൻ ഔട്ട് ദ ഫ്രിഡ്ജ്. കാരണം കുറച്ച് പഴയതും എല്ലാം കളഞ്ഞിട്ട് ഇത് പുതിയത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. ഫ്രിഡ്ജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പം യൂസ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചു. അല്ലെങ്കിൽ ഇത് യൂസപ്പ് ആവുന്നില്ല. സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഐ കൻ യൂസ് ഇറ്റ്. ആപ്പിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വെച്ചു. പിന്നെ ഈ ഒരു ഡ്രോയ്ക്കകത്ത് ഇതെപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. യോഗർട്ട്, ബട്ടർ, ചീസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം ഇവിടെ മുകളിലോട്ടും വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്പേസ് ഞാൻ എംറ്റി ആക്കി ഇട്ടു. ദാറ്റ് ഈസ് ഫോർ ഇപ്പോൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഒരു എക്സ്ട്രാ കുറച്ച് വെജീസ് ഉള്ളത് താഴെ, അതിൻ്റെ താഴെ മിൽക്കും. സോ യാ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. പിന്നെ ബാക്കി സോസസ് ഐറ്റംസ് ഇവിടെ, പാൽ ഐറ്റംസ് ഇവിടെ, ആൻഡ് കുറച്ച് മെഡിസിൻ ഐറ്റംസ് ആൻഡ് ചോക്ലേറ്റ് ഐറ്റംസ് അവിടെ. സോ അങ്ങനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കനുള്ള മാരിനേഷൻ ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ലിറ്റിൽ ബിറ്റ് ഓഫ് ചില്ലി പൗഡർ, ടർമറിക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഗരം മസാല ആൻഡ് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു. ആൻഡ് ഇത് നമ്മൾ ഫ്രൈ ചെയ്യണം. നമ്മൾ ഒന്ന് ഡീപ് ഫ്രൈ എന്ന് വേണേൽ പറയാം. ബേസിക്കലി ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ. സോ നമ്മുടെ വെജീസ് എല്ലാം നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ക്യാപ്സിക്കം, അണിയൻ, ഗ്രീൻ ചില്ലി ആൻഡ് ഗാർലിക്. ആൻഡ് യൂസ് ചെയ്യാൻ പോകുന്ന സോസസ് ഇതൊക്കെയാണ്. ചില്ലി ആയിരുന്നു വേണ്ടിയത്, പക്ഷേ എൻ്റെ ഒരു ചില്ലി സോസ് കിട്ടി. ബട്ട് യാ, ലെറ്റ്സ് സീ. ആക്ച്വലി ജിഞ്ചറും കൂടെ വേണമായിരുന്നു, പക്ഷേ ഞാനത് മറന്നുപോയി മേടിക്കാനായിട്ട്. സോ അത് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എൻ്റെ ജിഞ്ചർ പൗഡർ ഉണ്ട്. സോ ഐ തിങ്ക് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ടല്ലോ. ബി ഫൈൻ. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് വറക്കാൻ പോവാം. ഞാൻ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഷൈ അവേ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ ഒരു സ്റ്റെപ്പ് കാരണമാണ് കേട്ടോ. ലൈക്ക് ഫ്രൈയിങ് ഞാൻ എൻ്റെ കുക്കിങ്ങിൽ അത്രയും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഇതങ്ങനെ ഉണ്ടാക്കാഞ്ഞത്. എനിവേ ഇന്നൊന്ന് ഉണ്ടാക്കാം.
Viju really loves this. So I think he's going to be like very excited to try this. I hope so. നല്ലതാണെങ്കിൽ കാരണം ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. So I have no expectations. നോക്കാം. നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ബാക്കി കുറച്ച് ഓയിൽ കളഞ്ഞിട്ട് അതേ പാനിൽ തന്നെ ലെറ്റ്സ് സോട്ട് ചെയ്യാം വെജീസ് as well. അപ്പോൾ ആദ്യം നമ്മുടെ കുറച്ച് ഗാർലിക് ഇടാം. ിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇടയും. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു കുക്കും അതിനകത്ത്. ഇതൊന്ന് പതുങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സോസസ് ഒഴിക്കാം. ചില്ലി സോസ് ടേസ്റ്റ് അത് നോക്കട്ടെ. ഓക്കെ, നല്ല എരിവുള്ള ചില്ലി സോസ്, സോയ സോസ്, അത് സോസസ് ഇടുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് എക്സ്ട്രാ സോൾട്ട് വേണമെന്ന്, ബിക്കോസ് ആ സോസസിൻ്റെ അകത്ത് തന്നെ സോൾട്ട് ഉണ്ടല്ലോ. ആൻഡ് ഓൾസോ ഞാൻ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല കേട്ടോ, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ബി ഗുഡ്. കാരണം അത് വഴറ്റുന്നൊന്നുമില്ലല്ലോ നമ്മൾ. ആൻഡ് നമ്മുടെ ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ഇട്ടേക്കാം. ഫൈനലി ഇതാണ് നമ്മുടെ മെയിൻ വൺ, കോൺഫ്ലവർ വിത്ത് വാട്ടർ. ഒരു 2 സ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടെ ഇട്ട് കോൺഫ്ലവർ വിത്ത് വാട്ടർ ആക്കി. ഇതാ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ചില്ലി ചിക്കൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. I kind of like it. It's quite nice. It's so easy, you know. Like I made it in what? Half an hour. So easy. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചില്ലി ചിക്കൻ. എന്തൊക്കെയായാലും അടിപൊളിയായിരുന്നു കേട്ടോ സാധനം. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് നെയ്യും ഉണ്ടാക്കി. ഇത് ഞാനിപ്പോൾ വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ബട്ടർ ഉരുക്കി നെയ്യാക്കുന്നത്. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കും. ഇന്നിപ്പോൾ ലഞ്ചിന് മീൻ വരുന്നുണ്ട്. സോ വരുന്നതിന് മുമ്പ് മീൻസും കൂടെ ഒന്ന് ആക്കാം. ആൻഡ് ഐ ആം ഗോണ മേക്ക് നൂഡിൽസ്. ഈ നൂഡിൽസ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്, ബിക്കോസ് ഐ ആം ഗോയിങ് ടു മേക്ക് ദിസ് egg noodles, Wonkaയുടെ egg noodles. It's so easy and it's also so healthy because it's got like, it's made from, I don't know, thin egg noodles. I don't know if it's made from egg, but yeah, it's called egg noodles. So egg കാണുമല്ലോ, egg ഉണ്ട് ഉണ്ടാക്കുക. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സ്ട്രാ എഗ്ഗ് വേറെ ആഡ് ചെയ്യുന്നുണ്ട്. I've also added some like frozen spinach. ഇതായിട്ട് പിള്ളേർ കഴിക്കുന്ന ഒരു മീലാണിത്, ഈ പറയുന്ന എഗ് നൂഡിൽസ്. പിള്ളേർക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒട്ടും സ്പൈസി അല്ലാതെ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ ആംബിഡെക്സ്ട്രസ് ആണ് കേട്ടോ. ആംബിഡെക്സ്ട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൈ ഒരുപോലെ യൂസ് ചെയ്യാം. ഞാൻ എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. സോ പ്രൈമറിലി ഐ ആം എ ലെഫ്റ്റ് ഹാൻഡഡ്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലത് റൈറ്റ് വെച്ച് ചിലത് ലെഫ്റ്റ് വെച്ച്. ഇതാണ് ഇപ്പം കട്ട് ചെയ്യുന്നത് റൈറ്റ് വെച്ച്, അതെനിക്ക് ലെഫ്റ്റ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഇളക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തുടയ്ക്കുന്നത്, പാതകമൊക്കെ തുടയ്ക്കുന്നത്, അതൊക്കെ എനിക്ക് 2 കൈ വെച്ചും ചെയ്യാൻ പറ്റും. സോ എനിക്ക് വളരെ നോർമലാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ അതൊട്ടും എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് തുടയ്ക്കുന്നതെന്നൊക്കെ. ബട്ട് യാ, ഇറ്റ്സ് ബിക്കോസ് ഐ ആം ആംബിഡെക്സ്ട്രസ്. സോ യാ, ജസ്റ്റ് നമ്മൾ ഈ നൂഡിൽസിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് സോസസ് ഒഴിക്കുകയാണ്. I'm going to add some soy sauce and some tomato sauce. As well.
ഇനി വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ആലു ഗോപിയും കൂടെ ഉണ്ടാക്കട്ടെ. സോ പൊട്ടേറ്റോയും കോളിഫ്ലവറും വെച്ചിട്ടാണ് ആലു ഗോപി. നമുക്ക് ഗേൾസിന് നമ്മുടേതെന്ന് വിളിക്കാൻ പറ്റിയ കുറച്ച് ഗേൾ ഫ്രണ്ട്സ് വേണം. നമുക്ക് എന്തും സംസാരിക്കാവുന്ന, വളരെ ഓപ്പണായിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ. Minnie is definitely one of them for me, and it's such a blessing to have somebody like this. And നമ്മൾ ഇതുപോലെ വളരെ റാൻഡം ആയിട്ടുള്ള ക്യാച്ചപ്സും ഔട്ടിങ്സും ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. ആൻഡ് it's definitely helped me understand myself better and also just experience motherhood so much more enjoy. School pick up കഴിഞ്ഞു. ദാ രണ്ടുപേരെ പിക്ക് ചെയ്തു. ഹായ്. നമ്മള് ഇതിന് വന്നു, ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് എല്ലാവർക്കും ഫ്ലൂ ഷോട്ട് എടുക്കാൻ പോവാം. ഫ്ലൂ ഷോട്ട്. ഓക്കെ, who is ready to get injection? Me. You are going to get injection first, mama. Plan B ഉണ്ട്. Plan B. We have candies. Injection കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാൻ. Look. If they don't give you candy, I have candy for you. Can I see and open it? Yo. Okay, don't cry when they give injection, okay? Can you open it? I want to see. അപ്പോൾ തന്നെ പോട്ടെ, അല്ല ലേറ്റ് ആവും. I'm going to get it. ഫ്ലൂ ഷോട്ട്സ് എടുത്തു. ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോന്ന് കിട്ടി. Kids, what do you think after taking injection? Super. അയ്യോടാ. I want to guys my Aoi. ആണോ? അയ്യോ, ദാ അവളുടെ കാലയിലെടുത്തേ. Yeah, there it is. അവളുടെ കാലയിലെടുത്തു. അവള് കോമഡി ആയിരുന്നു. അവന് ബാക്കി ആദ്യം പറഞ്ഞു മമ്മ ഹാസ് ടു ടേക്ക്, ആൻഡ് ദെൻ മമ്മ എടുത്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ റയൻ ഹാസ് ടു ടേക്ക്. റയന്റെ ഫുൾ മോട്ടിവേഷൻ, റയൻ യു ക്യാൻ ഡു ഇറ്റ്, റയൻ യു ആർ ബ്രേവ്, ഡോണ്ട് ലുക്ക് എന്നൊക്കെ പറയട്ടെ. അവളുടെ ചാൻസ് ആയപ്പോഴത്തേനും yeah, he was brave. You were also brave. Good girl. You cried. That's okay. It's okay to cry. I was brave. But anyways, എടുത്തു കഴിഞ്ഞു. And now we are off to his karate. Let's go. Do I have a little bit time? Let's see. കുറേ ദിവസമായി മാക്സിനെ കുളിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അവനാണെങ്കിൽ കുളിക്കുന്ന തീരെ ഇഷ്ടമല്ല. ഇവിടെ പൈപ്പൊക്കെ പുറത്തെടുക്കുമ്പോൾ തന്നെ ആൾ പോയി ഒളിച്ചൊക്കെ ഇരിക്കും. അതാ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ പാവത്തിനെ കുളിപ്പിച്ചു. സ്ഥലം സ്റ്റേ ചെയ്താൽ ഓക്കെ. സാധാരണ കുറച്ചുകൂടെ വെയിലുണ്ട്. സഡൻ പ്ലാൻസ്. ടാഷിന് ഇതിനും ഒക്കെ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടാഷിനെ ജസ്റ്റ് അവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് പോയി പിക്ക് ചെയ്യാൻ പോവാ. അവരട്ടെ. Wow, coming with the goodies. Yo girl, come sit. ടാഷിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റയൻ്റെ കറാട്ടെ ക്ലാസ്സിൽ അവനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നു. ഇത് അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ആക്ടിവിറ്റിയാണ്. അവർക്കൊരു നല്ലൊരു ഫിസിക്കൽ എക്സസൈസ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവമല്ലേ. സോ ഹീസ് ക്വൈറ്റ് ഇൻ ടു ഇറ്റ് നൗ. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ചില്ലി ചിക്കൻ കഴിക്കാൻ ഇഷ്ടം പോലെ ആളായി. കഴിച്ചിട്ട് പറയണേ. Rijva, you surprised. ചാച്ചാണ് സാധാരണ ചില്ലി ചിക്കൻ എക്സ്പെർട്ട്. ഇറ്റ്സ് നോട്ട് സ്പൈസി. യു വോണ്ട് മോർ സ്പൈസി. ഞാനാണ് ഇപ്പോൾ എക്സ്ട്രാ ചില്ലി സോസ് ആഡ് ചെയ്തോ. ഓക്കെ, ഐ നോ ദ നൂഡിൽസ് ഇസ് നോട്ട് സ്പൈസി. ആക്ച്വലി ഐ പുട്ട് സം ചില്ലി ഫ്ലേക്സ്. അങ്ങനെ എല്ലാവരും പോയി. ലിജു അവിടെ പിള്ളേരെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. ഭയങ്കര പാട്ട് കച്ചേരിയ 3 പേരും കൂടെ. അവരിങ്ങനെ കിടക്കുന്നതിന് മുമ്പ് കുറേ പാട്ടൊക്കെ ഇങ്ങനെ പാടിയൊക്കെ ഉറങ്ങുന്നത്. ഭയങ്കര രസം കേൾക്കാൻ. അപ്പം എനിവേസ് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യട്ടെ. പറ്റുവാണെങ്കിൽ അവരുടെ പാട്ട് ഞാൻ BGM ഇട്ടിടാം കേട്ടോ. നിന്നെ ഞാൻ എന്നിൽ
Pavana Kenu, Pankali, Mala Tinkali, Pankali, Mala Tinkali, Enina, Pankali, Mala Tinkali, Wonderful, Nada, Nenina, Pankali, Anyways, അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നിരിക്കുകയാണ്. Now tomorrow let's repeat this all over again. But anyways, ഞാൻ ഇന്ന് വിചാരിച്ചതിനെക്കാട്ടി ഒരു ബിസി ഡേ ആയി. ആൻഡ് വൈകിട്ട് ഇതിന് ടാഷൊക്കെ വന്നപ്പോഴത്തേനും ദാറ്റ് ഇസ് എ പ്ലസന്റ് സർപ്രൈസ് ആസ് വെൽ. അതുകൊണ്ട് എൻ്റെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചില്ലി ചിക്കൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഇസ് ഗ്രേറ്റ്. യെസ്, സോ അങ്ങനെയൊക്കെയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.